وأشهد أن محمدًا عبده ورسوله الداعي إلى رضوانه وصلى الله وسلم عليه وعلى آله وأصحابه وأتباعه أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عباد الله اتقوا الله. സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ കൈമുതലാക്കി ജീവിച്ച് മരണപ്പെടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണാം. മനസ്സിന് സന്തോഷവും ആഹ്ലാദവും നൽകുന്ന വല്ലാത്തൊരു സംഭവവും, മനസ്സിനെ പ്രകാശിതമാക്കുന്ന ആ സംഭവവും, മനസ്സിനെ ഇരുള് മൂടുന്ന ഭയാനകമായ പേടിപ്പെടുത്തുന്ന മറ്റൊരു സംഭവവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാരോടൊന്നിച്ച് മരിക്കാൻ കിടക്കുന്ന ജൂതനായ ഒരു യുവാവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. സുന്ദരനായ യുവാവിൻ്റെ അടുക്കൽ പിതാവ് തൗറാത്ത് വായിച്ചു കൊടുക്കുകയാണ്. തൗറാത്ത് വായിക്കുന്നത് ഇങ്ങനെ കേട്ട് കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ പിതാവിനോട് ചോദിച്ചു, അൻഷുദുക ബില്ലദി അൻസല തൗറാത്ത് ഹൽ തജിദു ഫീ കിതാബിക ദാ സിഫതി വ മഖ്റജി. ഈ തൗറാത്ത് അവതരിപ്പിച്ചവനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെയോ, താങ്കളുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥത്തിൽ എന്നെക്കുറിച്ചുള്ള വിശേഷണവും എൻ്റെ പുറപ്പാടിനെ കുറിച്ചും പറയുന്നില്ലയോ എന്ന് ചോദിച്ചു. ആ വ്യക്തി തലയാട്ടിക്കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ, മരിക്കാൻ കിടക്കുന്ന മകൻ പറഞ്ഞു, ഇന്നി വല്ലദി അൻസല തൗറാത്ത് ഇന്നാ ലനജിദു ഫീ കിതാബിനാ സിഫതക വ മഖ്റജക. ഈ തൗറാത്ത് അവതരിപ്പിച്ചവൻ തന്നെയാണ് സത്യം. ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ വിശേഷണവും നിങ്ങളുടെ പുറപ്പാടിനെ കുറിച്ചും ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളത് കണ്ടിട്ടുണ്ട്. വ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, അഖീമുൽ യഹൂദ അൻ അഖീകും. നിങ്ങളുടെ സഹോദരൻ്റെ അടുക്കൽ നിന്ന് ജൂതന്മാരൊക്കെ എഴുന്നേൽപ്പിച്ച് നിങ്ങൾ പറഞ്ഞയക്കുക. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ആ മയ്യത്തിൻ്റെ കഫൻ ചെയ്യലും അതിന് സുഗന്ധം പൂശലും എല്ലാം ഏറ്റെടുക്കുകയും അതിന് ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയും എല്ലാം ചെയ്തു. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഒരു സംഭവമാണിത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണെന്ന് വിശേഷിപ്പിച്ച സംഭവമാണ്. അതേസമയം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഷഹിദ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലിറജുലി മിമ്മൻ യദ്ദഇ ഇസ്ലാം ഹാദാ മിൻ അഹ്ലിൻ നാർ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങളൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആ സമയത്ത് ഇസ്ലാമാണ്, മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം നരകത്തിൻ്റെ ആളുകളിൽ നരകക്കാരിൽ പെട്ടവനാണെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം ആഗതമായ സമയത്ത് ആ വ്യക്തി ശക്തമായി പോരാടുകയാണ്. പോർമുഖത്തിൽ ശക്തമായി അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അദ്ദേഹത്തിന് മുറിവേൽക്കുന്നു. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വാർത്ത എത്തുകയാണ്, യാ റസൂലല്ലാഹ് അല്ലദീ ഖുൽത ലഹു ഇന്നഹു മിൻ അഹ്ലിൻ നാർ. അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ നരകത്തിൽപ്പെട്ട വ്യക്തിയാണ്, നരകക്കാരിൽ പെട്ടവനാണെന്ന് പറഞ്ഞ ആ വ്യക്തിയുണ്ടല്ലോ,
ഫഇന്നഹു ഖദ് ഖാതല അൽ-യൗമ ഖിതാലൻ ശദീദൻ വഖദ് മാത്. അദ്ദേഹം അതാ ഇന്ന് യുദ്ധത്തിൽ ശക്തമായി അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇലന്നാർ, അദ്ദേഹം നരകത്തിലേക്കുള്ള വ്യക്തിയാണ്. സ്വഹാബിമാർക്ക് ചിലർക്കൊക്കെ സംശയമായി, എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? യുദ്ധത്തിൽ മരണപ്പെട്ടാൽ ഷഹീദല്ലേ, രക്തസാക്ഷിയല്ലേ? ഈ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ കുടുങ്ങി ചില ആളുകൾക്കെങ്കിലും. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു വാർത്ത വരികയാണ്, ഇന്നഹു ലം യമുത്, അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലായിരുന്നു. വലാകിന്ന ബിഹി ജിറാഹൻ ശദീദ, പക്ഷേ അദ്ദേഹത്തിന് ശക്തമായ മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഫലമ്മ കാന മിനൽ ലൈൽ, അങ്ങനെ ഇന്നലെ രാത്രി ആ മുറിവേറ്റുകൊണ്ട മുറിവിൻ്റെ വേദന അദ്ദേഹം സഹിക്കാൻ കഴിയാതെ ലം യസ്ബിർ അൽ ജിറാഹ് ഫഖതല നഫ്സഹു, ആ മുറിവിൻ്റെ വേദന സഹിക്കവയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അക്ബർ അഷ്ഹദു അന്നി അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹു എത്ര വലിയവനാണ്, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എങ്കിൽ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ സംഭവത്തിൽ മരിക്കാൻ കിടക്കുന്നത് വരെ ജൂതനായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ മരണസമയത്ത് അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കുന്നു, അദ്ദേഹം മുസ്ലിമായി മരണപ്പെടുന്നു. മറ്റേ വ്യക്തിയാകട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടി യുദ്ധത്തിലേർപ്പെട്ട ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹം അവസാന സമയം അദ്ദേഹത്തിന് ഒരു ദുഷിച്ച ചിന്ത വരികയും ആത്മഹത്യ ചെയ്യുകയും അങ്ങനെ നരകക്കാരിൽ പെട്ടവനായി തീരുകയും ചെയ്ത വ്യക്തി. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം ഉണ്ടായ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്തിനൊക്കെ വിളിച്ചു കൂട്ടാൻ പറയാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സുൻ മുസ്ലിമ, മുസ്ലിമത്തായ അള്ളാഹുവിന് കീഴൊതുങ്ങിയ, യഥാർത്ഥത്തിൽ റബ്ബിന് മനസ്സുകൊണ്ട് കീഴൊതുങ്ങിയ ആത്മാവുകളല്ലാതെ, അങ്ങനെയുള്ള ജനങ്ങളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു തെമ്മാടിയായ വ്യക്തിയെ കൊണ്ടുപോലും അള്ളാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തി എന്ന് വരാം. പക്ഷെ സ്വർഗം ലഭിക്കുക എന്നുള്ളത് അത് മുസ്ലിമത്തായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും അങ്ങനെയുള്ള ആളുകൾക്കും മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എങ്ങനെയായിരിക്കും ഒരു ദുഷിച്ച പര്യവസാനം, എങ്ങനെയായിരിക്കും ഒരു നല്ല പര്യവസാനം എന്നത് ഏറ്റവും നല്ല മാതൃകകളാണ്, ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജാസിയയുടെ 21-ാമത്തെ ആയത്തിലൂടെ ചോദിക്കുന്നുണ്ട്, ഒരിക്കലും നല്ല പര്യവസാനമുള്ളവരെ, അള്ളാഹുവിനെ വിശ്വസിച്ച് നല്ല നിലക്ക് ജീവിതം നയിച്ച ആളുകൾ, അവരും അങ്ങനെ അല്ലാതെ ജീവിതം നയിച്ച ആളുകളും ഒരുപോലെയാകുമോ? അള്ളാഹു ചോദിക്കുകയാണ്, അം ഹസിബല്ലദീന ഇജ്തറഹുസ് സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് സവാഉൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അതെല്ലാം തിന്മകൾ പ്രവർത്തിച്ചവർ വിചാരിച്ചിരിക്കുകയാണോ അവരെ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും പോലെയാക്കുമെന്ന്? അതായത് അവരുടെ രണ്ടുപേരുടെയും രണ്ടു കൂട്ടരുടെയും ജീവിതവും മരണവും, അവരുടെ ജീവിതവും മരണസമയത്തുള്ള മരണം അവരെ പിടികൂടുന്ന സമയവും തുല്യമായ നിലയിൽ ആകുമെന്ന് അവർ വിചാരിച്ചിരിക്കുകയാണോ? അവർ വിധി കൽപ്പിക്കുന്നത് എത്ര മോശമായ രൂപത്തിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് ജീവിതം ഏറ്റവും നല്ല നിലക്ക് ചിട്ടപ്പെടുത്തിയാൽ അള്ളാഹുവിൻ്റെ അടിമകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പങ്കുകാരുമില്ലാതെ അവനെ മാത്രം ആരാധിക്കുവാൻ കൽപ്പിച്ചു. എന്നാൽ സഹോദരന്മാരെ, ആ ഇബാദത്തുകൾ ചെയ്യുവാൻ കൽപ്പിച്ച ആ അടിമകളിൽ അവരിൽ വിശ്വസിച്ചവരും അതിൽ ഉറച്ചു നിന്നവരും മരണം വരെ ആ ഹിദായത്തിൻ്റെ ഈമാനിൻ്റെ മാർഗത്തിൽ നിലകൊണ്ടവരുമുണ്ട്. അതേ സമയം തന്നെ ആ ഈമാനിനെ വിസ്മരിച്ച് കളഞ്ഞവർ, അതിൽ അവിശ്വസിച്ചവർ, അതുപോലെ തന്നെ അത് സ്വീകരിച്ചിട്ടും ഈമാനിൻ്റെ ഭാഗമായി ഈമാൻ എന്താണെന്ന് മനസ്സിലായി ഇസ്ലാം സ്വീകരിച്ചിട്ട് അതിൻ്റെ ഹിദായത്തിൻ്റെ മാർഗം വ്യക്തമായി കഴിഞ്ഞിട്ടും ഈമാനിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർ, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവർ, അങ്ങനെ പല രൂപത്തിലാണ് ജനങ്ങളെ നമുക്ക് കാണാം. എന്നാൽ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലാണ്, അവൻ ബർറാണ്, അവൻ റഹീമാണ്, അങ്ങേയറ്റം നീതിമാനാണ് അവൻ.
ഏറെ പുണ്യം ചെയ്യുന്നവനാണവൻ, അങ്ങേയറ്റം കരുണയുള്ളവനാണവൻ. ഒരിക്കലും പുണ്യവാളന്മാരെ, ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നവരെ തമ്മാടികളുടെ സ്ഥാനത്തിൽ, അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്നവരുടെ രൂപത്തിൽ അവൻ ആക്കുകയില്ല എന്നത് അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ ഭാഗമാണ് നമ്മൾ തിരിച്ചറിയണം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഈമാനിനെ ഉപേക്ഷിച്ച് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരുടെ രൂപത്തിൽ അവരുടെ മരണമോ അവരുടെ ജീവിതമോ അവരുടെ ദുനിയാവോ അവരുടെ ആഖിറമോ ഒരിക്കലും അള്ളാഹു സമമാക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിക്കുന്ന സ്വാലിഹീങ്ങളുടെ മനസ്സുകളിൽ എക്കാലഘട്ടത്തിലും വലിയ ബേജാറുള്ള കാര്യമാണ് അവരുടെ പര്യവസാനത്തെക്കുറിച്ചുള്ള ചിന്ത. സദ്വൃത്തരായ സച്ചരിതരായ സലഫുകൾ, മുൻഗാമികളൊക്കെ വളരെയധികം കരഞ്ഞിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവർ ഏറെ ബേജാറായിരുന്ന കാര്യമായിരുന്നു പര്യവസാനം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ, ഞങ്ങളുടെ ഖാത്തിമ എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ. എന്താണ് അതിനുള്ള കാരണം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലൂടെ പറഞ്ഞില്ലേ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾ എന്നുള്ളത് പര്യവസാനങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. അതായത് സഹോദരന്മാരെ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നത്, അത് തള്ളപ്പെടുന്നത്, അത് ശരിയാകുന്നത്, അത് ഒഴിവാക്കപ്പെടുന്നത്, അതിന് വിലയില്ലാതെയാകുന്നത്, അതിന് വില കൽപ്പിക്കപ്പെടുന്നത് എല്ലാം നമ്മുടെ പര്യവസാനങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, മൻ മാത അലാ ഷൈഇൻ ബഅസഹു അല്ലാഹു അലൈഹി, ഒരു വ്യക്തി എന്തിനാണോ മരണപ്പെടുന്നത്, ഏത് അവസ്ഥയിലാണോ മരണപ്പെടുന്നത്, ആ രൂപത്തിലായിരിക്കും അള്ളാഹു അവരെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ മഹ്ശറ വൻകരയിൽ ആ സമയത്ത് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് രക്തം വാർന്നൊഴുകുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷേ അവരുടെ രക്തത്തിന് സുഗന്ധമായിരിക്കും. എന്താണ് കാരണം? അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളാണ്. അതേസമയം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും, ഹജ്ജിലും ഉംറയുമായി കൊണ്ട് മരണപ്പെട്ട വ്യക്തികളാണ്. അതേസമയം തിന്മയുടെ വക്താക്കളായി അതിൽ അഭിരമിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെട്ട ആളുകൾ അത്തരത്തിൽ തന്നെ വളരെ മോശമായ നിന്ദ്യമായ അവസ്ഥയിൽ നാളെ മഹ്ശറിൽ അവർ കാണപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായ സയ്യിദുൽ അംബിയ ആയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇവിടുത്തെ നമസ്കാരങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്താ? വഅഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. നമ്മുടെ നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാറില്ലേ സഹോദരന്മാരെ? വഅഊദു ബില്ലാഹി മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിൻ്റെ ഫിത്നയിൽ നിന്ന്, മരണത്തിൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. എന്താണ് മരണത്തിൻ്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ? മരണസമയത്ത് പോലും പിശാച് മനുഷ്യനെ വെറുതെ വിടുകയില്ല. ഇല്ല, മരണത്തിൻ്റെ സമയത്ത് പോലും ശപിക്കപ്പെട്ട പിശാച് മനുഷ്യൻ്റെ അടുക്കൽ വരും. എന്നിട്ട് അവനെ ഓരോ രൂപത്തിൽ വഴിപിഴപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അവനെ മറപ്പിക്കും. അവൻ ആ സമയത്ത് പോലും അവൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദുഷിച്ച ചിന്തകളും പേടിയും ബേജാറും അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അവനിലേക്ക് ഏറ്റവും മോശമായ രൂപത്തിൽ അവൻ്റെ പര്യവസാനം ദുനിയാവിൽ നിന്ന് അവനെ വിട പറയിപ്പിക്കണമെന്ന് പിശാച് ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, പിശാച് മരണസമയത്ത് എന്നെ പിടികൂടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മരണസമയത്ത് പിശാചിനൊരു പിടുത്തമുണ്ട് സഹോദരന്മാർ. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ്, ആ മരണസമയത്തുള്ള പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ് ഏറ്റവും നല്ല പര്യവസാനം, ഹുസ്നുൽ ഖാത്തിമ എന്ന ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ. സഹോദരന്മാരെ, എന്താണ് നല്ല പര്യവസാനം എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഏറ്റവും നല്ല പര്യവസാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ രൂപം? അല്ലെ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കളായി മുസ്ലിമായിക്കൊണ്ട് ജീവിച്ച് അടിയുറച്ച വിശ്വാസത്തിൽ നിലകൊണ്ടുകൊണ്ട് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം ജീവിതം ക്രമപ്പെടുത്തി ജീവിക്കുന്നവരാണോ അവരാണ് സഹോദരന്മാരെ നല്ല പര്യവസാനം ലഭിക്കുന്നവർ. സൂറത്ത് ആലി ഇംറാന്റെ 102-ാമത്തെ വചനം. എല്ലാ ഖുതുബകളിലും നമ്മൾ പൊതുവെ കേൾക്കാറുള്ള ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അല്ലയോ വിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ സൂക്ഷിക്കേണ്ടതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് പ്രകാരം നിങ്ങൾ ജീവിതം ചിട്ടപ്പെടുത്തണം എന്നർത്ഥം.
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല നിങ്ങൾ മരണപ്പെടരുത്. മരണസമയത്ത് ഇസ്ലാം ഉണ്ടാകണമെന്നർത്ഥം. അതുകൊണ്ട് അത് തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാം എല്ലാം അവരുടെ മക്കൾക്ക് കൊടുത്ത വസിയത്ത് സൂറത്തുൽ ബഖറയുടെ 132 ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. തീർച്ചയായും അല്ലാഹു ആകുന്നു മക്കളെ നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല നിങ്ങൾ മരണപ്പെടരുത്. സൂറത്ത് യൂസുഫിന്റെ 101 ആയത്തിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ റബ്ബ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. തവഫനി മുസ്ലിമൻ, മുസ്ലിമായിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കണമേ, വൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. അതുപോലെ തന്നെ ഫിർഔനിന്റെ സാഹിറന്മാർ അവർ ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്തുൽ ആറാഫിന്റെ 126 ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, റബ്ബന അഫ്രിഗ് അലൈനാ സബ്റ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു നൽകണമേ, വതവഫനാ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണമേ. അത് തന്നെയാണ് ബുദ്ധിമാന്മാരുടെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആൽ ഇംറാന്റെ 193 ആയത്തിലൂടെ പരിചയപ്പെടുത്തിയത്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ പാപങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളുടെ തിന്മകൾ ഞങ്ങൾക്ക് നീ മായ്ച്ചു തരണമേ, വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാളന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണമേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറഞ്ഞ മുൻഗാമികൾ വിശുദ്ധ ഖുർആൻ അനേകം ആയത്തുകളിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ പ്രവാചകന്മാരുടെ മക്കൾക്ക് നൽകിയ വസീയത്തുകളിൽ എല്ലാം കാണുന്നത് എന്താണ് സഹോദരന്മാരെ? മുസ്ലിമായി ജീവിക്കുക എന്നതിലുപരി മുസ്ലിമായി മരണപ്പെടാൻ സാധിക്കുക, യഥാർത്ഥ ഹിദായത്തിൽ നിലകൊണ്ടവനായി മരണപ്പെടുക എന്നത് സ്വാലിഹീങ്ങളെല്ലാം പേടിപ്പിച്ച കാര്യമായിരുന്നു, അവരുടെ എല്ലാം ബേജാറിന്റെ കാര്യമായിരുന്നു, അവരെയെല്ലാം കരയിപ്പിച്ച കാര്യമായിരുന്നു. സഹോദരന്മാർ, ആ ഹുസ്നുൽ ഖാത്തിമ നേടിയെടുക്കാൻ മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായി ആ അവസ്ഥയിൽ തന്നെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലേ? 5 വക്ത് നമസ്കരിക്കുന്നവനായി, അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പുകൾ നോൽക്കുന്നവനായി, ഐച്ഛികമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായി, ഹജ്ജും ഉംറയും നിർവഹിച്ച അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രയത്നിക്കുന്ന, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അതിനുവേണ്ടി അധ്വാനിക്കുന്ന അവസ്ഥയിൽ അല്ലെ, അതുപോലെ തന്നെ സഹോദരന്മാരെ നന്മ കൽപ്പിക്കുന്ന, അല്ലെ, സമൂഹത്തിലുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ മുൻകറാത്തുകൾക്കെതിരെ നിലകൊള്ളുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന, കുടുംബബന്ധം ചേർക്കുന്ന അവസ്ഥയിൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിൽ, അത്തരത്തിൽ നന്മകളിൽ വ്യാപൃതനായ, നന്മകളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരണപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകിയാൽ അതിന്റെ പേരാണ് സഹോദരന്മാരെ ഹുസ്നുൽ ഖാത്തിമ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിലൂടെ പറഞ്ഞില്ലേ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ഖുതിമ ലഹു ബിഹാ, ആ അവസ്ഥയിൽ തന്നെ അവന് പര്യവസാനം, അവന്റെ അന്ത്യം കുറിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ومن صام يوما ابتغاء وجه الله ختم له بها دخل الجنه. അല്ലാഹുവിന്റെ മുഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ മുഖം കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് നോറ്റ ഒരു ദിവസം അങ്ങനെയായിരിക്കെ, ആ ദിവസത്തിലായിരിക്കെ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ മുഖത്തെ കാംക്ഷിച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുന്നവനായി ആ അവസ്ഥയിൽ ഒരു മനുഷ്യൻ അന്ത്യം കുറിക്കപ്പെട്ടാൽ അവനും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതായി നമുക്ക് കാണാം, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബിഅബ്ദിൻ ഖൈറൻ അസലഹു. അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ മധുരിപ്പിക്കുമെന്നാണ്. അസലഹു എന്ന് പറഞ്ഞാൽ അവന് മധുരിപ്പിക്കും. എന്താ മധുരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന് സംശയമായി. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ റസൂലെ അസലഹു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, യഫ്തഹുല്ലാഹു അസ്സ വജല്ല ലഹു അമലൻ സാലിഹൻ ഖബ്ല മൗതിഹി. മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കും. അതാണ് അസലഹു എന്ന് പറഞ്ഞാൽ. മരിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും. എന്നിട്ട് ആ അവസ്ഥയിൽ അവന്റെ ആത്മാവിനെ റബ്ബ് പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടല്ലേ സഹോദരന്മാരെ, മോശമായ പര്യവസാനം. എന്താണ് അതിന് രക്ഷപ്പെടാനുള്ള മാർഗം?
എന്താണ് സൂഉൽ ഖാത്തിമയിൽ രക്ഷപ്പെടാനും ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? നല്ല പര്യവസാനം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സുന്നത്തിന്റെ വക്താക്കളായി ജീവിച്ച് അങ്ങനെ ഇസ്ലാമിനെ പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമിനെ ജീവിത മാർഗമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതേസമയം ഏറ്റവും അപകടം പിടിച്ച ഏറ്റവും ഗുരുതരമായ മോശമായ പര്യവസാനത്തിന് കാരണമാകുന്ന കാര്യം എന്താണ്? വിശ്വാസത്തിൽ വ്യതിയാനം ഉണ്ടാവുക, തൗഹീദിൽ കളങ്കമുണ്ടാവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ജീവിതത്തിൽ ഏറ്റുന്നതിന് പകരം ബിദ്അത്തിന്റെ വക്താക്കളാവുക, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത രീതിയെ അകറ്റിക്കൊണ്ട് അതിന് പകരം മറ്റുള്ള ഇസങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ഫെമിനിസത്തെയും ലിബറലിസത്തിന്റെയും വക്താക്കളായി അതിന്റെ പിന്നാലെ പോയി അതിന്റെ പതാകവാഹകരായി അതിനോട് അതിന്റെ കൂടെ നടന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൗർഭാഗ്യമായ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, അത് മോശമായ പര്യവസാനത്തിന് കാരണമാകുന്ന ഏറ്റവും ദുഷിച്ച കാരണമാണ്. നല്ല പര്യവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്ന് എന്നുള്ളത് റബ്ബിനുള്ള താഅത്തിലായിക്കൊണ്ട് അല്ലാഹുവിനുള്ള അനുസരണത്തിലായിക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞ ആളുകൾ, സുമ്മസ്തഖാമു, എന്നിട്ട് നേരെ ചൊവ്വ അതിൽ നിലകൊള്ളുന്ന ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗ്ഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ അവർക്ക് ഇറങ്ങിക്കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ ഒരു സാഹചര്യം ആർക്കാണ് ലഭിക്കുക? സുമ്മസ്തഖാമു, ആ വിശ്വാസത്തിൽ, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ, അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും നേരെ ചൊവ്വ നിലകൊണ്ടവർക്കാണ് അത് ലഭിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ സൂറത്തുൽ ഫുസ്സിലത്തിന്റെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. എങ്കിൽ സഹോദരന്മാരെ, ആ ഒരു നല്ല പര്യവസാനം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് തഖ്വ പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിനുള്ള മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മോശപ്പെട്ട പര്യവസാനത്തിന് ഏറ്റവും ഗൗരവമേറിയ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് തിന്മകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. നിഷിദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ധൈര്യം കാണിക്കുക എന്നുള്ളത്. സഹോദരന്മാരെ, തിന്മകളിൽ അഭിരമിച്ച് അള്ളാഹു ഹറാമാക്കിയ ആസ്വാദനങ്ങളിൽ ജീവിതത്തിൽ ഹോബിയാക്കി കൊണ്ടു നടന്ന് ജീവിതത്തിൽ അതിൻ്റെ പിന്നാലെ നടന്ന് മനസ്സിൽ പ്രധാനപ്പെട്ട ചിന്തയായ ഹറാമുകളെ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, ഏറ്റവും അധികം അവർ പേടിക്കേണ്ട വിഷയമാണ് മോശമായ പര്യവസാനം എന്നുള്ളത്. അല്ലെ, അവർ ആ തിന്മയിൽ ഇങ്ങനെ അഭിരമിച്ച് അതിനെ ഹോബിയായി കൊണ്ടു നടക്കുന്ന അവസ്ഥയിൽ മരണം അവർ പിടികൂടിയാൽ സഹോദരന്മാരെ, തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ വന്നാൽ, മരണസമയത്ത് ആ മാനസികാവസ്ഥയിലാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ എത്ര വലിയ ദുരന്തമായിരിക്കും അതിൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഹറാമാക്കിയ സാമ്പത്തികമായ ഇടപാടുകളിൽ വ്യാപൃതനായ അവസ്ഥയിൽ, അള്ളാഹ് ഹറാമാക്കിയ സിനിമയും മ്യൂസിക്കുകളും ആസ്വദിക്കുന്ന അവസ്ഥയിൽ, അങ്ങനെയുള്ള അള്ളാഹ് ഹറാമാക്കിയ അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ വെറുപ്പും വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്ന അവസ്ഥയിൽ മരണപ്പെടേണ്ടി വന്നാൽ സഹോദരന്മാരെ, എങ്ങനെയാണ് നല്ല പര്യവസാനം നമുക്ക് ലഭിക്കുക? നല്ല പര്യവസാനത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് അസ്സിദ്ഖു മഅല്ലാഹ് എന്നുള്ളതാണ്. അള്ളാഹുവിനോട് സത്യസന്ധത വെച്ച് പുലർത്തുന്നവരായിരിക്കണം, റബ്ബിനോട് സത്യസന്ധത കാണിക്കുന്നവരായിരിക്കണം നമ്മൾ. ഏറ്റവും അപകടം പിടിച്ച, അതേസമയം ഏറ്റവും അപകടം പിടിച്ച മോശമായ പര്യവസാനത്തിന്റെ കാരണം എന്നുള്ളത് അത് മറ്റൊന്ന് നിഫാഖാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലൂടെ ആ നിഫാഖ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ അതാനാ മിൻ ഫദ്ലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾക്ക് തന്നാൽ തീർച്ചയായും ഞങ്ങൾ ദാനം ചെയ്യാം, ഞങ്ങൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അവരിൽ ചില ആളുകൾ അല്ലാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി ബഖിലു ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ. എന്നിട്ട് അവൻ അവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നൽകിയപ്പോൾ അവർ അതിൽ പിശുക്ക് കാണിച്ചു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവഗണിച്ചുകൊണ്ട് അവർ തിരിഞ്ഞു കളഞ്ഞു. എന്താണ് അവർക്ക് പകരം റബ്ബ് കൊടുക്കുക? ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖ്ലഫു അല്ലാഹ മാ വഅദു വബിമാ കാനൂ യക്ദിബൂൻ. അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം, ന്യായവിധിയുടെ ദിവസം, മരണത്തിന്റെ സമയം വരെ അവരുടെ ഹൃദയങ്ങളിൽ കാപട്യമുണ്ടായിരിക്കും. അള്ളാഹു അവരുടെ മനസ്സുകളിൽ നിഫാഖ് ഇട്ട് കൊടുക്കും. അതിൻ്റെ അനന്തരഫലമായി അള്ളാഹു നൽകിയത് ആ നിഫാഖായിരിക്കും. എന്താണ് കാരണം? അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നാൽ ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യും, ഞങ്ങൾ സ്വതക്കകൾ ചെയ്യും എന്നൊക്കെ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് കരാറ് ചെയ്യും. എന്നാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ, അള്ളാഹു ദുനിയാവിലെ വിഭവങ്ങൾ നൽകുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് സ്വതക്കകൾ ചെയ്യുന്നില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ അതിനെ തിരിച്ചറിയുന്നില്ല, ദീനനുസരിച്ച് ജീവിക്കുന്നില്ല, എല്ലാം വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, അള്ളാഹു അവർക്ക് മനസ്സിൽ നിഫാഖ് ഇട്ട് കൊടുക്കും. ആ നിഫാഖിലായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടേണ്ട വളരെ ദുരന്തകരമായ സാഹചര്യം കടന്നു വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എങ്കിൽ സഹോദരന്മാരെ, ഈ കാപട്യത്തിനെ, ഈ കളവിനെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കപടവിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ വളരെയധികം പേടിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ അലൈക്കും അല്ലാ തഅജലൂ ബിഅഹദിൻ ഹത്താ തൻദുറൂ ബിമാ യുഹ്തമലുഹു. ഒരു മനുഷ്യന്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന്, അത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ പരിശോധിക്കാതെ, അതറിയാതെ ഒരാളെ കണ്ടുകൊണ്ടും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല, ഒരാളെയും നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടതില്ല. ഫഇന്നൽ ആമില യഅമലു സമാനൻ മിൻ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നല്ല ഒരു സമയം അവൻ സൽക്കർമ്മങ്ങൾ വ്യാപൃതനായിക്കൊണ്ടേയിരിക്കും. ആ സമയത്തെങ്ങാനും അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗക്കാരനായിരിക്കും, അത്രയും സൽക്കർമ്മങ്ങൾ വ്യാപൃതനാകും. പക്ഷേ പിന്നെ അവൻ്റെ രൂപം മാറും, അവൻ്റെ അവസ്ഥ മാറും, അവൻ മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്യും. അതേ സമയം ചില വ്യക്തികൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു സമയം തിന്മകൾ വ്യാപൃതനായിക്കൊണ്ടേയിരിക്കും. ആ സമയത്തെങ്ങാനും അവൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പെട്ടുപോകുമെന്ന് സംശയമുണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അവൻ്റെ അവസ്ഥ മാറും, അവൻ്റെ സാഹചര്യം മാറും. അങ്ങനെ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവൻ സ്വർഗം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സുഹൃതമാനായ സത്യസന്ധനായ വിശ്വാസിക്ക് അവൻ ഈമാനനുസരിച്ച് കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയാലും, അവന് അതനുസരിച്ച് പരമാവധി സൽക്കർമ്മിയായിക്കൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിച്ചാലും അവന് മോശമായ പര്യവസാനം ലഭിക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല സഹോദരന്മാരെ, അള്ളാഹു അർഹമുർ റഹീമീനാണ്. അള്ളാഹു വാലിമീങ്ങളോടല്ലാതെ അള്ളാഹുവിൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയില്ല. അള്ളാഹു തെമ്മാടികളെ അല്ലാതെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വ്യക്തി സ്വർഗ്ഗക്കാരുടെ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ സ്വർഗ്ഗക്കാരുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഫീമാ യബ്ദു ലിന്നാസ്, ഫീമാ യബ്ദു ലിന്നാസ്. ജനങ്ങളുടെ കണ്ണിൽ അവൻ സ്വർഗത്തിലേക്കുള്ള ആളാണ്. അല്ലെ, ജനങ്ങൾ കണ്ടാൽ അവൻ സ്വർഗത്തിൽ ഉറപ്പായിട്ടും പ്രവേശിക്കും എന്ന് തോന്നുന്ന കർമ്മങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെ, അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും. അതേസമയം നരകത്തിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. ജനങ്ങളുടെ കണ്ണിൽ അവൻ എന്തായാലും നരകത്തിലേക്കുള്ള വ്യക്തിയാണെന്ന് തോന്നുമാറ് അവൻ നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അവൻ്റെ അവസാന സമയം അവൻ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങും. എന്താണ് അതിൻ്റെ ആശയം? എപ്പോഴാണ് മോശമായ പര്യവസാനം ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുക? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് അവനും റബ്ബിനും മാത്രം അറിയുന്ന രഹസ്യമായ അവൻ്റെ മനസ്സുകളിൽ, അവൻ്റെ രഹസ്യ സന്ദർഭങ്ങളിൽ, അവൻ്റെ സ്വകാര്യതകളിൽ, അവൻ്റെ മനസ്സിലുള്ള ഈമാനിൻ്റെ സന്ദർഭങ്ങളിൽ അവൻ ഈമാൻ ഇല്ലാത്തവനാണ്, അവൻ വിശ്വാസമില്ലാത്തവനാണ്, അവൻ റബ്ബിനെ ഭയപ്പെടാത്തവനാണ്. അള്ളാഹുവിന് മാത്രം അറിയുന്ന അവനും റബ്ബുമായുള്ള രഹസ്യ സന്ദർഭം
സന്ദർഭങ്ങളിൽ അവർ റബ്ബിനെ പരിഗണിക്കാത്തവരാണ്. അള്ളാഹുവിന്റെ നോട്ടത്തെക്കുറിച്ചോ അള്ളാഹുവിന്റെ തഖ്വയെക്കുറിച്ചോ ജീവിതത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്തവരാണ്. ജനങ്ങളുടെ മുമ്പിൽ മാത്രമാണ് അവന്റെ തഖ്വ, ജനങ്ങളുടെ കണ്ണിൽ മാത്രമാണ് അവന്റെ നന്മ. അങ്ങനെയാണെങ്കിൽ സഹോദരന്മാരെ, മോശമായ പര്യവസാനത്തിലുള്ള ഏറ്റവും വലിയ കാരണമായി തീരുമത്. അതേസമയം തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു അവന്റെ അടിമകളെ കാത്തിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു അതിയായി സന്തോഷിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അതിയായി സന്തോഷിക്കുകയും അള്ളാഹുവിന്റെ കാരുണ്യം അവനിൽ ചൊരിയുകയും മുൻകാലഘട്ടങ്ങളിൽ അവൻ ചെയ്തു പോയ തിന്മകളെല്ലാം നന്മകളാക്കി അവൻ മാറ്റിക്കൊടുക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിലേക്ക് മനസ്സിനെ നന്നായി കൊണ്ട് മടങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 100 പേരെ കൊന്നവന്റെ കഥ നമ്മൾ കേട്ടിട്ടില്ല സഹോദരന്മാരെ. 100 പേരെയാണ് ഒരു വ്യക്തി കൊന്നത്, അല്ലെ 100 മനുഷ്യരെയാണ് ഒരു വ്യക്തി കൊന്നത്. എന്നിട്ടും അള്ളാഹു അവന്റെ തൗബ സ്വീകരിച്ചു. അവന് വേണ്ടി മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ അവന് വേണ്ടി വാദിച്ചു. അവനെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്തായിരുന്നു കാരണം? ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബ അവനിൽ ഉണ്ടായിരുന്നതാണ് കാരണം. അത്തരത്തിലുള്ള നിസ്വഹായ തൗബകൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം അതിൻ്റെ അവസാനങ്ങളിലുള്ള കർമ്മങ്ങളാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം, ഏറ്റവും നല്ല ദിനം നിന്നെ കണ്ടുമുട്ടുന്ന ദിനമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ മഹത്തായ നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരുന്ന നസൂഹായ തൗബ ചെയ്യുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ എല്ലാവരെയും ഞങ്ങളെയും എല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാണ് അല്ലാഹുവേ. അതുപോലെ തന്നെ നിന്റെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. ഇഹലോകത്തും പരലോകത്തും ഏറ്റവും നല്ല ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യുമാറാകണമേ റബ്ബേ. പിന്നെ വളരെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ഏറ്റവും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യത്യസ്ത ആളുകൾ അവരുടെ സാമ്പത്തികമായ അവസ്ഥയിൽ, അതുപോലെ കുടുംബപരമായ പ്രശ്നങ്ങളിൽ, വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ദൂരീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.